ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ആയിട്ടാണ്. ഇപ്പോൾ എല്ലാ തവണയും ഭൂരിഭാഗം നമ്മൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ഇത്തവണ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ എല്ലാവരും ഫിഷ് ബിരിയാണി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണ്. ഇപ്പോൾ ഏത് ഫിഷ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ നെയ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ ഏത് ഫിഷ് കൊണ്ടും നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ അധികം വേണ്ട, പാകത്തിനുള്ള ഉപ്പ്, അതിലേക്ക് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. നമുക്കിതൊരു പേസ്റ്റാക്കി എടുക്കാൻ എത്ര വിനാഗിരി വേണോ അത്രയും വിനാഗിരി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം തന്നെ മാരിനേറ്റ് ചെയ്ത് നിൽക്കും. കാരണം നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴേക്ക് മസാലയൊക്കെ റെഡിയാക്കണ അത്രയും സമയം നമ്മളിത് മാറ്റി വെക്കുകയാണ് ചെയ്യുക. നന്നായിട്ട് തന്നെ കഷ്ണങ്ങളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഏകദേശം 1/2 കിലോ മീനാണുള്ളത്. ഒരു 400 ഗ്രാം ഒക്കെ ആയിരിക്കും കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഉണ്ടാവുക. 2 കപ്പ് അരിയിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ റൈസ് റെഡിയാക്കുകയാണ്. പാത്രം അടുപ്പത്ത് വെച്ചു. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ലാസ്റ്റ് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഏറ്റവും അവസാനം നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ആവശ്യം വരുള്ളൂ. അതിപ്പോഴേ ചെയ്ത് വെക്കുകയാണെന്നേ ഉള്ളൂ. അത് കോരി മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്. അണ്ടിപ്പരിപ്പ് ഒന്നും കൂടെ മൂത്ത് വരുമ്പോൾ ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് സവാള, വളരെ കുറച്ച് മാത്രം സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പേരിന് മാത്രം. അതിലേക്ക് പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട 2-3 പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രാമ്പു ഒരു 3-4 എണ്ണമൊക്കെ എടുക്കാം. അതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ജീരകശാല അരി കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുക. അരി നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാം ഫിഷ് മാരിനേഷനൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ കഴുകി ഇതുപോലെ ഒരു അരിപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായി വാർന്നു പോവും. അത് വേണം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ജസ്റ്റ് ആ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം, ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, മാക്സിമം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അരി കളർ മാറിപ്പോകുന്നും ചെയ്യരുത്. ചൂടുള്ള എണ്ണ അരിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണം. അതിനുശേഷം 4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് അടുപ്പത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നതാണ്. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളം, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഒരു 1/2 ടീസ്പൂൺ. അത് ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നെയ്ച്ചോറ് പോലെ ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തത്. നന്നായി തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചു. ഇനി ആ വെള്ളം വറ്റുന്നതോടുകൂടി ചോറ് റെഡിയാവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം വറ്റുന്ന വരെ ലോ ഫ്ലെയിം കൊടുത്താൽ മതി. അപ്പോൾ ചോറ് റെഡിയാവും. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. സാധാരണ പോലെ തന്നെ, സാധാരണ നമ്മൾ ഫിഷ് എങ്ങനെയാണോ ഫ്രൈ ചെയ്യുക അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യണത് കേട്ടോ. മീൻ ഇപ്പോൾ ബിരിയാണിയൊക്കെ, ചിക്കനിലൊക്കെ ബിരിയാണി വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ ഒരു ഹാഫ് കുക്കഡൊക്കെ ആയാലും മതി, അത് വെച്ചിട്ട് ബിരിയാണി വെക്കാം. പക്ഷേ ഫിഷ് അങ്ങനെയല്ല. നമ്മളിനി മസാലയിൽ ദമ്മിലൊന്നും കിടന്ന് ഇത് ഒരുപാട് സമയം വേവില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഈ സമയത്ത് തന്നെ ഇത് ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ കഴിക്കാൻ സമയത്ത് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം.
തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്, പക്ഷേ ഡീപ്പ് ഫ്രൈ അല്ല, ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട. നമ്മൾ ഫ്രൈ ചെയ്ത് തീരുമ്പോൾ എണ്ണയൊന്നും ബാക്കിയില്ലാത്ത ആ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ. ഇനി അത് തൊട്ടടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ബിരിയാണി ദം ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. സൺഫ്ലവർ ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. സവാള അങ്ങനെ സ്ലൈസ് ആയാലും മതി കേട്ടോ, ബിരിയാണിക്കൊക്കെ നമ്മൾ സാധാരണ സ്ലൈസ് ചെയ്യണ പോലെ ആയാലും മതി. പക്ഷേ ഞാൻ പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് തീരെ കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ്, സ്ക്വയറായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫിഷിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി സവാള ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരണം. കളറൊന്നും ചേഞ്ച് ആവണ്ട. നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തന്നെ വേണം, കുറഞ്ഞു പോകരുത്. ഇനി അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരേ അളവിൽ, ഏകദേശം ഒരേ അളവിലാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലിരുന്നാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 തക്കാളി കുഞ്ഞായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പരമാവധി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോളും, പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, മല്ലിച്ചപ്പ് മാത്രം ഇട്ടാലും കുഴപ്പമില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഇടാതിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഇതാ തുറന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഫിഷിൽ പുളിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 2 തക്കാളി എടുത്തത്. സാധാരണ നമ്മൾ മീനാകുമ്പോൾ പുളിയൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല, മാത്രമല്ല തൈരും ചേർക്കുന്നില്ല. ഏറ്റവും അവസാനം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഫിഷ് മസാലയ്ക്കും ആ നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടണം. നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലോ ഒഴിച്ചത്, അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ ഗരം മസാല മീൻസ് ബിരിയാണി മസാല, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നെയ്യും കൂടി ഒഴിക്കുന്നതോട് കൂടി നല്ലൊരു ഫ്ലേവറായിട്ടുള്ള മസാലയായിരിക്കും. ഏറ്റവും അവസാനം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് നിറയെ ഉണ്ട് കേട്ടോ. 1/4 കപ്പ് നിറയെ ഏകദേശം 1/2 കപ്പോളം തന്നെ ഉണ്ട്. വെള്ളം ഒട്ടും ഒഴിക്കാതെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാവണം. തേങ്ങ ചിരവിയിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. ഇത് ഒഴിക്കുന്നതോട് കൂടി ബിരിയാണി വേറൊരു സ്റ്റൈല്, വേറൊരു ടേസ്റ്റ് തന്നെ ആയിട്ട് വരും. നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും, നല്ല മസാലയും ഒക്കെ ആയിരിക്കും. കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതൊന്ന് മസാലയൊന്ന് പരത്തിയൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിഷൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2-3 പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കി ഫിഷെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ ഇതൊന്ന് പൊതിയണം. അപ്പോൾ മസാലയൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ എടുത്തിട്ട് ഈ പീസസിൻ്റെ മുകളിലേക്ക്, മീൻ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും ആ മസാലയിൽ ഫിഷിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ടോട്ടൽ എത്ര റൈസ് ഉണ്ടോ അതിൻ്റെ പകുതിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. അങ്ങനെ അമർത്തി കൊടുക്കുകയൊന്നും വേണ്ട, ഒന്നിച്ചിങ്ങനെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തത്, വെള്ളത്തിൽ കലക്കിയാലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ തേങ്ങാപ്പാലുള്ളതുകൊണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തു, ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടി. നിർബന്ധമൊന്നുമില്ല കേട്ടോ, മഞ്ഞ കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഏറ്റവും അവസാനം ബാക്കിയുള്ള ചോറ് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള ഈ മഞ്ഞൾ കലക്കിയത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാരണ മഞ്ഞളാട്ടോ, നമ്മൾ സാധാരണ മഞ്ഞൾ വെള്ളത്തിൽ കലക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ തേങ്ങാപ്പാലിലാണ് കലക്കിയത്, നിർബന്ധമില്ല. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള, ഏറ്റവും ആദ്യം ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സവാള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നെയ്യ് റൈസിൽ അധികം ഒഴിച്ചിട്ടില്ല,
അതിനുശേഷം അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തുറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് തുറക്കുക. ഇപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു സ്ഥിതി. ഈ മഞ്ഞ കളറ് നമ്മൾ കളറിന് വേണ്ടി തന്നെ ഒഴിച്ചു കൊടുത്തതാണ്. മാത്രമല്ല ചിക്കൻ പീസസൊക്കെ ഫ്രൈ ചെയ്തത് കാരണം അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നില്ല. ചിക്കനല്ല, മീൻ കഷ്ണങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തത് കാരണം ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ ഉണ്ട്, നമ്മൾ തിരിച്ചിടുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അല്ല, പക്ഷേ ശരിക്കൊരു ഓയിലി ആയിരിക്കും ബിരിയാണി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. 2ാം പെരുന്നാളിനോ 3ാം പെരുന്നാളിനോ ഒക്കെ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്